ഈ നാഗൻ ചേട്ടന് എല്ലാ ബലവും കൂടി എന്റെ അടുത്തെടുത്താൽ ഞാനുണ്ടോ ബാക്കി? കൊമ്പനാനയുടെ കരുത്തല്ലേ? താണു, കരുത്തല്ല കാര്യം, കഴിവാണ്. അങ്ങനെ പറ. അപ്പൊ നാഗൻ ചേട്ടന്റെ കരുത്തും എന്റെ കഴിവും കൂടി കൂടിയ ഒരു കഴിവ് പേടിത്തൊണ്ട. നഗ അച്ഛാ, ഇവിടെ വരും. എനിക്ക് വയസ്സായി, പഴയ ബലമോ കഴിവോ ഇല്ല. എങ്ങനെയെങ്കിലും നമ്മുടെ കൂടെയുള്ളവരെ നീ തന്നെ കാക്കണം. ഇന്ന് മുതൽ ഇവരുടെ തലവൻ നീയാണ്. അതെ മോനെ. നാഗൻ ചേട്ടൻ, നാഗൻ ചേട്ടൻ, നാഗൻ ചേട്ടൻ. നിർത്ത്. കറുത്തും കഴിവുള്ള ഞാനിരിക്കെ തരുമ്പോഴും പോന്ന് നാഗൻ നായകനാകുക. ഏറ്റുമുട്ട് നോക്കിക്കളയാം. വേണോമല്ല വേണം. ഓഹോ, വെല്ലുവിളിക്കുകയാണോ? അതെ, എല്ലുമുഴുപ്പും തടിമിടുക്കും കൊണ്ടല്ലേ വെല്ലുവിളിക്കുന്നത്. കളി കളഞ്ഞ് കളി കാണാം. അല്ല, കളി എന്തായാലും കാണാൻ പോകുന്നേ ഉള്ളൂ. ഹയ്യത്തടാ മല്ല, ഞാൻ തയ്യാർ. എന്താ, രണ്ടുപേർക്കും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എനിക്കൊരു സന്ദേഹം. അമ്പുവിന് സന്ദേഹം ഒഴിഞ്ഞിട്ട് നേരമുണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചാ അമ്മ വഴക്ക് പറഞ്ഞാലോ എന്ന് വിചാരിച്ച് ചോദിക്കാതിരിക്കുകയാണ്. എന്റെ മക്കളെ ഞാൻ വഴക്ക് പറയുമോ? ഈ അമ്പു ഓരോന്ന് ഒപ്പിച്ചോണ്ട് നിന്നെ കൊണ്ട് എത്തും. അമ്പുവിന്റെ അമ്മയെ ഞാൻ ഒന്ന് കാണട്ടെ. അമ്പ ഒന്നും പറഞ്ഞിട്ടില്ല അമ്മേ. പിന്നെ തമ്പി പറഞ്ഞതാണ്, ഇന്ന് ഗ്രാമത്തിൽ വലിയ പന്തയമാണ് നടക്കുന്നുണ്ട്. അത് കാണാൻ പോണമല്ലേ? എനിക്ക് അപ്പോഴേ മനസ്സിലായി. നാടിന്റെ നാനാഭാഗത്തു നിന്നും പന്തയമേളയിൽ പങ്കുകൊള്ളാൻ പ്രമാണിമാരും വിദ്വാൻമാരും പണ്ഡിതന്മാരും ഒക്കെ വന്നിട്ടുണ്ട്. നാടുവാഴികളും ഫൈറ്റുകാരും പിന്നെ പിന്നെ പ്രഹ്ലാദ രാജാവിന്റെ വെള്ളക്കുതിരയും വന്നിട്ടുണ്ടമ്മേ. മേള കാണണമെങ്കിൽ രണ്ടുപേരും പോയി കണ്ടിട്ട് വരും. ആപത്തിലൊന്നും പോയി തലയിടരുത്. അമ്മ അനുഗ്രഹിച്ചയച്ചാൽ മാത്രം മതി. യാതൊരു ആപത്തും നിങ്ങളെ തീണ്ടേയില്ല. സന്തോഷമായിട്ട് പോയി വരും. നിങ്ങൾ ഇരുമ്പ് മുള്ളുകളുള്ള ഈ ഉണ്ടകൾ കണ്ടു. ഇവയെല്ലാം ആടിക്കൊണ്ടിരിക്കും. ദേഹത്തൊരു പരിക്ക് പോലും പറ്റാതെ ഇവയ്ക്കിടയിലൂടെ നിങ്ങൾ അപ്പുറത്ത് കിടക്കണം. ആദ്യം മല്ലൻ നോക്ക്. മഹാമാന്യ മഹിമശ്രീ പൊരുളാതിരി മഹാരാജൻ ആണ്ടുതോറും തിരുമനസിലെ ജന്മദിനാഘോഷം സംബന്ധിച്ച് നടത്താറുള്ള പന്തയം ഇക്കുറി ഈ അരുവിക്കര ഗ്രാമത്തിൽ വെച്ച് നടത്തുകയാണ്. കൽപ്പിച്ചനുവദിച്ചിട്ടുള്ള വെള്ളി നിറച്ച പണക്കിഴികൾ വിജയികൾക്ക് നൽകും. പണത്തിന് പണം വെച്ച് പങ്കെടുക്കുന്നവർക്കോ? പന്തയത്തുകയുടെ ഇരട്ടി നൽകും. ആദ്യമായി പൊരുളാതിരിയിൽ നിന്നും എത്തിയിട്ടുള്ള മഹാപണ്ഡിതൻ മംഗലത്ത് നമ്പൂതിരിയുമായി തർക്കത്തിനോ യുക്തിക്കോ തയ്യാറുള്ളവർക്ക് വരാം. ആർക്ക് വേണമെങ്കിലും വരാം. യുക്തിക്കോ തർക്കശാസ്ത്രത്തിനോ ആർക്ക് വേണമെങ്കിലും വരാം. വന്നോളൂ, വന്നോളൂ. നീയോ? ഇരുന്നോ, ഇരുന്നോ. എന്താ, നാക്കില്ലെങ്കിൽ തിരിച്ചു പോയിക്കോളൂ, പോയിക്കോളൂ. ഇല്ല, പോണില്ല. ഈ പാത്രത്തിലുള്ള എള്ള് വെറും കൈകൊണ്ട് പിഴിഞ്ഞ് എണ്ണ എടുക്കണം. അതാണ് പരീക്ഷ.
ഞാൻ സഹായിക്കാം. തർക്കം, വേദാന്തം, സമസ്യാപൂരണം, കലാമത്സരങ്ങൾ എന്നിവയിൽ അരുവിക്കര തമ്പി എന്നറിയപ്പെടുന്ന ഈ ചെറുപ്പക്കാരൻ മറ്റുള്ളവരെ തോൽപ്പിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ കൂടിയിട്ടുള്ള മഹാപണ്ഡിതന്മാർക്ക് ഈ യുവാവിനോട് പൊതുവിജ്ഞാനത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. പുരുഷാർത്ഥങ്ങൾ ഏതെല്ലാമാണ്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിങ്ങനെ 4. പുരുഷാശ്രമങ്ങളോ? ബാല്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. 4 വേദങ്ങൾ ഏതെല്ലാമാണ്? ഇക്ക്, സാമം, യജുസ്, അഥർവം. ഭൂതനയയ്ക്ക് പേരുകേട്ട പൗരാണിക രാജാവ് ആരായിരുന്നു? ധർമ്മപുത്രൻ, രന്തിദേവൻ. ഭാരതീയ ജ്യോത്സ്യത്തിന്റെ ഉത്ഭവം എങ്ങനെയാണ്? സാക്ഷാൽ ശ്രീപരമേശ്വരൻ സുബ്രഹ്മണ്യ സ്വാമിക്കും അദ്ദേഹം സപ്തർഷികൾക്കും സപ്തർഷികൾ വരാഹമരുന്നും കൊടുത്ത ഉപദേശത്തിൽ നിന്നാണ് ഭാരതീയ ജ്യോതിഷ ശാസ്ത്രം ഉണ്ടായത്. മല്ലൻ, ഇതിലൊരു വാഴ വെട്ടു കാണട്ടെ. ഒരു വെട്ട് 3 കഷ്ണം. നാഗൻ ചേട്ടൻ, നാഗൻ ചേട്ടൻ, നാഗൻ ചേട്ടൻ. ഈ പാൽവർണ്ണ കുതിരയുടെ പുറത്തേറി ഇതിനെ നയിക്കാൻ പോന്നവർ ഇക്കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ജയിക്കുന്നവർക്ക് ഈ പെട്ടിയിലുള്ള പന്തയ തുക മുഴുവൻ. അപ്പൂനൊരു നോക്കാമോ? എന്റെ ഇന്നത്തെ കണി അത്ര നന്നല്ല. നക്ഷത്രം തെളിഞ്ഞിരിക്കുന്നത് തമ്പിക്ക. രണ്ടുപേരും വന്നോ? എന്താ ഇത്ര താമസിച്ചത്? വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഇതിന്റെ അകത്ത് എന്താണെന്ന് അമ്മായിക്ക് അറിയാവോ? ഒരു ലോകം മുഴുവനും ആയിരിക്കും. രണ്ടുപേരും വന്ന് ആഹാരം കഴിക്കുക. അമ്മേ, ഞാൻ പല പന്തയങ്ങളിലും ജയിച്ചമ്മേ. അമ്മായി, ഈ പണക്കിഴികൾ കണ്ടോ അമ്മായി? കണ്ടു. വളരെ സന്തോഷം. ഞാൻ അകത്തിന്ന് ആഹാരം വിളമ്പട്ടെ, എന്നിട്ട് കേൾക്കാം വിശേഷങ്ങൾ. തമ്പി, എനിക്കൊരു സന്ദേഹം. തുടങ്ങി തന്റെ സന്ദേഹം.
ആ കുതിര എങ്ങനെ മെരുക്കാൻ കഴിയും? കുതിര തന്റെ സ്വന്തം നിഴൽ മുന്നിൽ കാണുമ്പോൾ മറ്റൊരു കുതിര തന്നെ മറികടക്കുന്നതായിട്ട് തോന്നിച്ച് വിരളി പിടിക്കുകയാണ്. എനിക്കിത് ആദ്യമേ മനസ്സിലായി. അതുകൊണ്ട് തിരിച്ചു നിർത്തി നിഴലില്ലാതാക്കി ഓട്ടിച്ചാൽ ഒരു കുഴപ്പമില്ല. അത് ശരി, മിടുക്കൻ. പക്ഷേ എനിക്കൊരു സന്ദേഹം. ഒരു സന്ദേഹവുമില്ല. ആഹാരം വിളമ്പി വരി. അമ്മേ, ഈ പണം കൊണ്ട് നാളുകളായുള്ള എന്റെ ആഗ്രഹം നിറവേറ്റണം. കഷ്ടതയിൽ കഴിയുന്ന ഈ അരുവിക്കര ഗ്രാമത്തിന് എന്തെങ്കിലും മോചനം കാണും. വേണം കുഞ്ഞെ, പണം നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക വേണ്ടത്. പണം ഇനി ഉണ്ടാക്കണം അമ്മേ. ആ ശരി ശരി, വരി, ഊണ് കഴിക്കും. ഇനി ഈ വർഷം ഈ ഗ്രാമത്തിൽ ക്ഷാമമേ ഉണ്ടാകില്ല. തമ്പി ഒന്നാം തരം വിത്തല്ലേ എല്ലാവർക്കും സൗജന്യമായി വിതരണം ചെയ്തിരിക്കുന്നു. പിന്നെ അങ്ങനെ ക്ഷാമം ഉണ്ടാകാനാ? പിടിച്ച് തള്ളായിരിക്കും അമ്പു. തലയ്ക്ക് സുഖമില്ലെന്ന് വരൂ അമ്മേ. നന്നായി നന്നായി. കണ്ണോ അടിയൻ, ഈ പല്ലന കൊട്ടാരത്തിലെ വലിയ തമ്പുരാനാകാൻ നമുക്ക് എന്നാണടാ സാധിക്കുക? ഇവിടെന്ന് എപ്പോ വിചാരിച്ചാലും സാധിക്കുവേ. ഈ അമൃത് അല്പം കൂടെ അങ്ങോട്ട് സേവിച്ച തമ്പുരാനല്ല, രാജാവല്ല, ചക്രവർത്തി തന്നെ ആകുവേ. നീ നമ്മുടെ സജീവോത്തമൻ തന്നെ. ഇവൾ വിലാസിനി, നമ്മുടെ പട്ടമഹർഷി. ആര്? പട്ട മഹർഷി. ഉഗ്ര, നിന്റെ ഈ പോക്ക് നമുക്ക് ഏറെ ദുഃഖമേറ്റുന്നു. അച്ഛന്റെ മകനായിട്ട് ഞാൻ ജീവിക്കണമെന്ന് അച്ഛൻ ആഗ്രഹമുണ്ടോ? ഉണ്ട്. എങ്കിൽ അച്ഛന്റെ ഓമന പുത്രനായിട്ട് തന്നെയാണ് ഓരോ നിമിഷവും ഞാൻ ജീവിക്കുക. നിനക്കൊരു നല്ല നില വരും വരെയെങ്കിലും വലിയ തമ്പുരാനെ കൊണ്ട് നല്ലത് പറയിക്കൂ. നാട്ടുകാർ നിന്നെപ്പറ്റി നല്ലത് പറയാം. ഇപ്പോഴും നാട്ടുകാരുടെ ഇടയിൽ ഞാൻ നല്ല പിള്ളയാണച്ച. ഞങ്ങളുടെ പ്രതാപങ്ങളെ പറ്റി പറയാത്ത പെണ്ണുങ്ങള് ഈ നാട്ടിലില്ല. നിനക്കായി വേളിമലയിലെ അല്ലിയുടെ കല്യാണം ഞാൻ ആലോചിച്ചിരിക്കുകയാണ്. അവസ്ഥയ്ക്കും അന്തസ്സിനും ചേർന്ന മൂപ്പന്റെ മോൾ. ഒരു പക്ഷേ ആ വിവാഹം എന്നെ കൂടുതൽ വഷളാക്കിയേക്കും. ഒരു ആശ തിരികെയണച്ച്. വേണ്ടി വന്നാൽ ഈ കൊട്ടാരം പിടിച്ചടക്കാൻ എനിക്ക് കഴിയും. വലിയ തമ്പുരാനെ തുറുങ്കിലടയ്ക്കാനും കഴിയും. ആഗ്രഹങ്ങൾ കൊള്ളാം. എന്നിട്ട് എന്റെ മോൻ എവിടെ ഇരുന്ന് ഭരിക്കുമെന്നറിയില്ല. കാവൽക്കാരുടെ കണ്ണു വെട്ടിച്ച് എങ്ങോട്ടോ കടന്നു കളഞ്ഞ തമ്പുരാട്ടിയെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഓർക്കണം. വേണ്ടി വന്നാൽ നാട്ടുകാരെ കൂട്ടി അവർക്ക് നമ്മെ എതിർക്കാമെന്നും അയൽരാജ്യത്തെ പ്രമാണിമാരുടെ സഹായം തേടാമെന്നും മറക്കരുത്. ആ ഭ്രാന്തി ആര് വകവയ്ക്കുന്നു? നിന്റെ അച്ഛന്റെ കൊട്ടാരം ജ്യോത്സ്യനായ നെടുമ്പള്ളി നമ്പൂതിരി ഇപ്പോൾ എന്റെ പക്ഷത്താണ്. പ്രശ്നപ്രകാരം കണ്ട പ്രത്യേക കോണിൽ നിന്ന് വലിയ തമ്പുരാട്ടിയെ കണ്ടുപിടിച്ച് വകവരുത്താൻ ഞാൻ പ്രത്യേകം ചാരന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. പറഞ്ഞേക്കാം, ലവൻ ചമഞ്ഞു നിന്നാൽ നിനക്ക് തന്നെ നല്ലത്. അതെ, നല്ലവൻ ചമയണോ? കൊച്ചു തമ്പുരാൻ അച്ഛനെ പോലെ നടന്ന് ശീലിച്ച. വിലാസിനി, പുറത്തേക്ക് വന്നോളൂ. ആ കുടിക്കാനുള്ളതും കൊണ്ടുവന്നോളൂ.